ശരിക്കും ജോലിക്ക് പോകണമെന്നാണ് ചെല്ലിപ്പോ പറഞ്ഞു വലിയ കാര്യത്തിൽ ജോലിക്ക് പോണെന്ന്. ഞാൻ ജോലിക്ക് പോടാ. എന്ത് ജോലിക്ക് പോണം? പക്ഷെ അത്യാവശ്യം അപ്പൊ തീരുമാനമാവൂ ജോലിക്ക് പോയി കഴിയുമ്പോ? അല്ലേ ഇതിപ്പോ ജോലിക്ക് പോയാലും അടുത്ത മാസമല്ലേ ശമ്പളം കിട്ടുള്ളൂ. അതല്ലേ അങ്ങനെയല്ലേ ഉള്ളൂ. ജോലി ചെയ്യുന്നതിന് മുമ്പ് ആരും ശമ്പളം തരൂല. പക്ഷെ എനിക്ക് ഈ ആഴ്ച 8,000 അടയ്ക്കണ്ടേ? ഈ ആഴ്ച പൈസ അപ്പോ വളരെ അത്യാവശ്യമാണ്. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ കേക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. അയ്യോ അല്ല, നമ്മള് പറഞ്ഞേളൂ നമ്മള് എപ്പോ ആരും ഒരാളെ വിളിച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുമോ? അതിപ്പോ ആദ്യത്തെ കാര്യമൊന്നുമില്ല, ഇവിടെ ഉള്ള കാര്യമല്ലേ. എന്താ കാര്യം വിളിച്ചത്? വിളിച്ച കാര്യം പറയാനാ. ഞങ്ങള് പുറത്തോട്ട് പോകണം, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വാങ്ങിക്കണം എന്നങ്ങടെ പറഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലേ. ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് കുറച്ച് മീനും വാങ്ങിക്ക്. മീൻ വാങ്ങിക്കിപ്പോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഫുഡ് വല്ല ഓർഡർ ചെയ്തിരുന്ന? ഇല്ല, നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. എന്തല്ലയാ അതിനെന്തിനാ ഓർഡർ ചെയ്യണം? ഇവിടെ എല്ലാവർക്കും ഉള്ളതുണ്ടല്ലോ കഴിക്കാൻ. ഇവളുണ്ടാക്കിയ വായിൽ ചൂട്ടാൻ കൊള്ളൂല, അതൊരു ക്യാഷ് ഷൂട്ട് ഓർഡർ ചെയ്തായിരിക്കും. ഇല്ലമ്മ, ഞാനൊന്നും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഈ കുട്ടിക്ക് വീട് മാറിപ്പോയതാണ്, ഇതല്ല വീട്. നിർത്ത്, ഇത് നമ്മളെ ലക്ഷ്യമല്ലേ. അയ്യോ, നമുക്ക് മനസ്സിലായില്ല. ആർക്കും മനസ്സിലായില്ല അല്ലേ? എവിടെ പോണ മക്കള്? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുള്ളൂന്ന്. ഓ അങ്ങനെ. അതുകൊണ്ട് ജോലിക്ക് പോന്നു. എടേ, ഈ ജോലിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? എന്റെ ഫ്രണ്ടിലെ അമ്മ സാറാ, അവള് ഈ ജോലി ചെയ്യുന്നുണ്ടേ. അപ്പൊ അവള് വഴി ഞാൻ 2-3 ദിവസം മുന്നേ അപ്ലൈ ചെയ്തതാ. അപ്പൊ കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ജോലിക്ക് വന്നു. നല്ലതാ. അങ്ങനെ കുറച്ച് കാശൊക്കെ ഉണ്ടാകും മക്കള്. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. എന്റെ കാശ് തടഞ്ഞതിന്റെ പുറകില് അച്ഛന്റെ കൈകളുണ്ടെന്ന് എനിക്കറിയാം. അച്ഛന് മാത്രമല്ല, അമ്മക്ക് പങ്കുണ്ട്. എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിക്കുവല്ലേ. ഈ ലച്ച് തോൽക്കാനേ റെഡിയല്ല. ചേച്ചി ഇറങ്ങാൻ പോണോ? ഉറങ്ങാനാ? ഇറങ്ങാൻ പോവാണോന്ന് പണിക്ക്. പോവാ. എന്തേ? വണ്ടി ഉണ്ടാടേ? ഫ്രണ്ടിന് വണ്ടിയുണ്ട്. ഒക്കെ ശരി തന്നെ. ഇതത്ര അങ്ങനെ എളുപ്പമുള്ള പണിയൊന്നും അല്ല, കുറച്ച് കഷ്ടപ്പാടാ. എന്ത് കഷ്ടപ്പാട്? ഫുഡ് എടുക്കുന്നു, കൊണ്ടേ കൊടുക്കുന്നു, അടുത്ത സ്ഥലത്ത് നിന്ന് എടുക്കുന്നു, കൊണ്ടേ കൊടുക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ. മക്കളെ കുറേ ദൂരം പോകൂ? കൊറേ ദൂരം എന്ന് വെച്ചാൽ വൈറ്റ്ല, പാലാരിവട്ടം, കടവന്ത്ര, പിന്നെ ഇൻഫോ പാർക്കിന്റെ ഏരിയ, കാക്കനാട്, അവിടെ. മഴ. അതിനിപ്പെന്താ? രാത്രി ഓടി വരെ എന്റെ അമ്മായി ഒരു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് സിൻസിയർ ആയിട്ട് ചെയ്യണം. പുറകെ ആരും വിളിക്കരുത്. ലച്ചുരി കാശ് കൊണ്ടേ വരുള്ളൂ. ബൈ. വീണത് കാരണം കുറച്ച് ധനുവിന്റെ കുഴമ്പ് കൂടെ വാങ്ങിച്ചു. കാരണം ഹെൽമെറ്റ് താങ്ങൂല, കഴുത്ത് ഞാനെടുക്കും. ഇത് മര്യാദക്ക് ചെയ്യുമോ എന്തോ ദൈവത്തിനറിയാം. അമ്മ വാശിയുടെ കാര്യത്തില് ചേച്ചി എന്നെ പോലാണ്, വിട്ടുകൊടുക്കൂല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.